സദ്യ സ്റ്റൈലിൽ എരിവും മധുരവും പുളിയും ഒത്തിണങ്ങിയ 1 മാസം വരെ കേടാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റിയ പുളിയിഞ്ചി എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ്മോനു വ്ലോഗ്. അപ്പോൾ ഇന്ന് നമുക്ക് രുചികരമായിട്ടുള്ള ഒരു പുളിയിഞ്ചി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ താളിപ്പോട് കൂടെയാണ് പുളിയിഞ്ചി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി വരുന്നത് വരെ നമ്മൾ വഴറ്റിയെടുത്തിട്ട് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഇഞ്ചിപ്പുളി കുറേ കാലം കേട് കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ കുറച്ച് വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഇഞ്ചിപ്പുളി തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് വളരെ രുചികരമാണ്. അപ്പോൾ ഇങ്ങനെ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. പൊടികളുടെ പച്ചമണം മാറി വരുന്ന ടൈമിൽ വേണം നമുക്ക് ബാക്കി ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ, അതിനായിട്ട് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഇതവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കര മെൽറ്റായിട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ കുറുകി വരണം. ഇതൊന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അത് കായത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഒന്നുകൂടി കുറുകി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ സദ്യയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ രുചിയായിട്ടുള്ള പുളിയിഞ്ചി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് അടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ഹൈപ്പ് കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.